തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് വയലിലേക്ക് മറിഞ്ഞ അപകടം. കുട്ടികൾക്ക് പരിക്കുപറ്റി. നഗരൂർ ഊന്നൻകല്ലിലാണ് അപകടമുണ്ടായത്. വെള്ളല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു, ആറ്റിങ്ങൽ. അഭിലാഷ്, ബസ് കിടക്കുന്നത് കണ്ടിട്ട് വലിയ അപകടം എന്ന് തോന്നിപ്പിക്കുന്നു. എന്താണ് കുട്ടികളുടെ പരിക്കിന്റെ സാഹചര്യം? എന്താണ് അവിടെ സംഭവിച്ചത്? തീർച്ചയായും ഒരു വലിയ അപകടമാണ് ഒഴിവായത് എന്ന് പറയാം. കാരണം വലിയ പരിക്കുകളില്ലാതെ ഈ കുട്ടികൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. രാവിലെ 9:30 മണിയോടെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. കുട്ടികളെ വീട്ടിൽ നിന്നും സ്കൂൾ ബസ്സിൽ കയറ്റി സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന വഴിയിലായിരുന്നു അപകടം. ഈ റോഡിൽ നിന്ന് ബസ് തെന്നി വയലിലേക്ക്, സമീപത്തെ വയലിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികളും വാഹനത്തിലുണ്ടായിരുന്ന ജീവനക്കാരും പറയുന്നത്. ആ സ്കൂളിൽ വാഹനത്തിൽ 19 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ആയയും ഒരു ടീച്ചറും ഡ്രൈവറെ കൂടാതെ ഉണ്ടായിരുന്നു. ഇവരെ നാട്ടുകാരാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്തി ഈ പ്രദേശത്ത് തന്നെ വിവിധ ആശുപത്രികൾ, കിളിമാനൂർ കേശവപുരം ആശുപത്രിയിൽ ഉൾപ്പെടെ ഈ കുട്ടികളെ എത്തിച്ചത്. എന്നാൽ ആരുടെയും പരിക്ക് നിലവിൽ പരിശോധന പൂർത്തിയായപ്പോൾ പരിക്കുകൾ ആരുടെയും തന്നെ ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് വളരെ ആശ്വാസമാണ് രക്ഷകർത്താക്കൾക്കും ഈ നാട്ടുകാർക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം വലിയൊരു അപകടം, ഈ വാഹനം പാടെ മറിയുകയായിരുന്നു ഈ തോട്ടിലേക്ക്. വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഒഴിവായതെന്നും പറയാം നമുക്ക്. അഭിലാഷ്, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാണ് അതൊരു മൺ റോഡാണെന്ന് തോന്നുന്നു അല്ലേ? അതിലൂടെയാണ് സ്കൂൾ ബസ് യാത്ര ചെയ്തിരുന്നത്. എത്ര കണ്ട് അവിടുത്തെ സാഹചര്യം സംബന്ധിച്ച് പ്രദേശവാസികൾ ഒക്കെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് വയലിന് സമീപ നടുക്കോട് കൂടി നിർമ്മിച്ച ഒരു പുതുതായി നിർമ്മിച്ച ഒരു റോഡാണ്. പുതുതായി നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മണ്ണാണ് ഈ റോഡിലുണ്ടായിരുന്നത്. ഇതിൽ വാഹനം തെന്നി വീഴുന്നൊരു സാഹചര്യം, മഴ കൂടി പെയ്തതോടുകൂടി ചെളിയായി കിടക്കുന്നൊരു സാഹചര്യമാണ് ആ റോഡിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. ആ ഭാഗത്തു കൂടിയാണ് ഈ ബസ് നേരത്തെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ളതും ഇതാണ്. നേരത്തെ ഈ ഒരു അപകടത്തെ സംബന്ധിച്ച്, അപകട സാധ്യതയെ സംബന്ധിച്ച് ഈ നാട്ടുകാർ ആശങ്കയുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അപകടത്തിലേക്ക് എത്തി കലാശിച്ചിരിക്കുന്നതെന്ന് പറയാം. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെ നമുക്ക് വരുന്ന മിനിറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഈ സംഭവത്തിൽ എന്തായാലും വലിയൊരു അപകടം അത് ആണ് സംഭവിച്ചത്. പക്ഷേ ഗുരുതരമായ പരിക്കാർക്കും പറ്റിയിട്ടില്ല. സ്കൂൾ തുറന്നതിൻ്റെ 2ാം ദിവസമാണിത്. എന്തായാലും വലിയ ആശങ്ക സ്കൂൾ ബസ് മറിഞ്ഞ സംഭവത്തിൽ ഉണ്ടാകുന്നു. ആ പ്രദേശത്ത് ഒരു മൺറോഡിലൂടെയാണ്, വീതി കുറഞ്ഞ മൺറോഡാണ് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. അതിലെയാണ് ആ സ്കൂൾ ബസ് കടന്നു പോയിരുന്നത്. ഒരു സൈഡ് ഇടിഞ്ഞു പോയത് കൊണ്ടാവാം ഒരു പക്ഷേ വണ്ടി സ്കിഡ് ചെയ്ത് താഴേക്ക് വീണത് എന്ന് വേണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്.